കൊറിയൻ ടോപ്പ് എന്ന ഓമനറ്റ് പേരിൽ വിളിക്കുന്ന സോളിഡ് സർഫസ് എന്ന യഥാർത്ഥ പേരായിട്ടുള്ള പ്രോഡക്റ്റ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇടമാണ് കിച്ചൺ. ആ കിച്ചണിൽ തന്നെ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കൗണ്ടർ ടോപ്പുകൾ, കിച്ചൺ കൗണ്ടർ ടോപ്പുകൾ. അതിൻ്റെ ഗുണം ദോഷം, എങ്ങനെ ചെയ്യാം എങ്ങനെ ചെയ്യരുത് എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള വിവരണമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്റീരിയർ കൺസൾട്ടന്റ്. വീടൊരുക്കത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സോളിഡ് സർഫസ് എന്ന് പറയാൻ നിങ്ങൾക്കാർക്കും മനസ്സിലാവില്ല. എല്ലാവർക്കും മനസ്സിലാവില്ല എന്നല്ല, കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാവില്ല. മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറയാം. കൊറിയൻ ടോപ്പുകൾ. കൊറിയൻ ടോപ്പ് എന്ന് പറയുന്നത് ഒരു ബ്രാൻഡാണ്. നമ്മൾ തോംസൺ മൾട്ടിവുഡ് എന്ന് പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു ബ്രാൻഡാണ്. ഉജാല എന്ന് പറയത്തില്ലേ എന്ന് പറയുന്ന പോലെ ഒരു ബ്രാൻഡാണ് കൊറിയൻ ടോപ്പ്. യഥാർത്ഥത്തിൽ ഇതിന്റെ പേര് സോളിഡ് സർഫസ് എന്നാണ്. തിക്നെസ് നോക്കിക്കഴിഞ്ഞാൽ 6mm, 8mm, 12mm, പറയാൻ വിട്ടുപോയ 4mm. 4mmലായിരുന്നു തുടങ്ങേണ്ടിയിരുന്നത്. 4, 6, 8, 12 ഈ 4 തിക്നെസ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഉപയോഗിക്കുന്ന കിച്ചൺ കൗണ്ടർ ടോപ്പിലാണ്. ഇതിന്റെ അഡ്വാൻറ്റേജിലോട്ട് വരാം. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇത് ബെൻഡ് ചെയ്ത് ഒട്ടിക്കാവുന്നതാണ്. ഹീറ്റ് കൊടുത്ത് ബെൻഡ് ചെയ്യാം. അത് ഈ പ്രോഡക്റ്റിൽ സാധ്യമാണ്. നിങ്ങൾക്കറിയാം, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എഡ്ജ് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരേ ഒരു പ്രോഡക്റ്റേ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഇന്ന് ഇന്ത്യയിൽ. അത് ഈ പറഞ്ഞ സോളിഡ് സർഫസ് ആണ്. നമുക്കത് ഉരുട്ടിയെടുക്കാം. എഡ്ജ് നമുക്ക് ഹെക്സഗണൽ ഏത് ഷേപ്പിൽ വേണേ 45 ചെയ്യണോ ചെയ്യാം. സാൻഡ്വിച്ച് ചെയ്തതിന് ശേഷം അതിൽ അവരുടേതായിട്ടുള്ളൊരു ഗ്ലൂ കൊടുത്ത് അവർ ചെയ്യും. 1% പോലും സാൻഡ്വിച്ച് ചെയ്തതാണെന്ന് മനസ്സിലാവത്തില്ല. വേറെ ഒന്നിനും നമുക്കത് ആ രീതിയിൽ ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ പറഞ്ഞ പ്രോഡക്റ്റിൽ സാധിക്കും. ഇനി കളറ് ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇനി കസ്റ്റമൈസ് ആയിട്ടുള്ള കളേഴ്സിൽ അവൈലബിൾ ആണ്. അതേസമയം സോളിഡ് കളേഴ്സ് ഇതിന് ലഭിക്കത്തില്ല. ഈ പ്രോഡക്റ്റിൽ നമുക്ക് ഗ്ലോസിയും ചെയ്യാം, വേണമെങ്കിൽ ഇത് മാറ്റും ചെയ്യാം. പലപ്പോഴും കമ്പനി ഇത് മാറ്റ് സജസ്റ്റ് ചെയ്യാറുണ്ട്. കാര്യം മാറ്റ് സജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഗുണം എന്ന് പറഞ്ഞാൽ സ്ക്രാച്ച് റെസിസ്റ്റിവിറ്റി കൂടും. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു, ചൂടായിട്ടുള്ള പ്രോഡക്റ്റ് ഇതിൻ്റെ മേളിൽ വെച്ച് കഴിഞ്ഞാൽ കളർ ഫേഡിങ് ഉണ്ടാവും. നമ്മൾ മുൻപേ പറഞ്ഞതുപോലെ തന്നെ അത്രയും ചൂടുള്ള ചീനിച്ചട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. മാറ്റ് ഉപയോഗിച്ചാൽ കൂടുതൽ സ്ക്രാച്ച് റെസിസ്റ്റിവിറ്റി കിട്ടും എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇതിൽ ബെൻഡ് ചെയ്ത് ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്കും ഇതിന് ഉപയോഗിക്കുന്ന സിങ്ക് പോലും നമ്മൾ ഈ പ്രൊഡക്റ്റിൽ ഉണ്ടാക്കിയെടുക്കാം. റേറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ 6mm റേറ്റാണ് ഞാൻ പറയുന്നത്. ഏതാണ്ട് 600 രൂപ 650 രൂപയാണ് ഇതിന് റേറ്റ് ആവുക. അത് കൃത്യമായിട്ട് ഇതിൻ്റെ തന്നെ വർക്ക് ചെയ്യുന്ന ഫേമുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഇട്ടേക്കാം. അവർ ഈ പറയുന്ന സോളിഡ് സർഫസിൻ്റെ മാത്രം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. തൃശ്ശൂരാണ്, ജിയോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെയിട്ടേക്കാം. അവർ ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസും ഗുഡ് ഹാൻഡിലിംഗ് പ്രാക്ടീസുമാണ്. എന്ത് ചെയ്യാമെന്ന് അറിഞ്ഞിരിക്കണം, എന്ത് ചെയ്യാൻ മേല എന്നറിഞ്ഞിരിക്കണം, എങ്ങനെ ചെയ്യാമെന്ന് അറിഞ്ഞിരിക്കണം, അത് ആര് ചെയ്യണം എന്നറിഞ്ഞിരിക്കണം. അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് മാത്രം കിച്ചൺ കൗണ്ടർ ടോപ്പുകൾ ചെയ്യിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് എസ്തെറ്റിക് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. പലപ്പോഴും പല ആൾക്കാരുടെയും സംശയത്തിൽ നിന്നും പല ആൾക്കാരുടെയും സജഷനിൽ നിന്നുമാണ് നമ്മുടെ വീടൊരുക്കം എന്ന് പറഞ്ഞ എപ്പിസോഡ് തന്നെ ഉണ്ടാവുന്നത്. വളരെ സന്തോഷം ആ കാര്യത്തിൽ. അടുത്ത സജഷൻ തരിക, അടുത്ത കോണ്ടന്റ് തരിക. ആ കോണ്ടന്റിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുക. നിങ്ങളുടെ വീട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഈച്ച് ആൻഡ് എവറി കോർണറിൽ എൻ്റെ ഒരു കയ്യൊപ്പ് ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അറിഞ്ഞോ അറിയാതെ എൻ്റെ ഭാഗമാകാൻ സാധിക്കട്ടെ. അതൊക്കെ നമുക്ക് റിവ്യൂ ചെയ്യാൻ സാധിക്കട്ടെ. നിങ്ങൾക്ക് അടിപൊളി വീടുകൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ. വീണ്ടും അടുത്ത അധ്യായത്തിൽ, വീടൊരുക്കത്തിൻ്റെ പുതിയ അധ്യായത്തിൽ കാണുന്നവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇന്ത്യ.